ഒരു ഇഞ്ചുറി ഇല്ലാതെ തന്നെ ഷോൾഡറിന്റെ മൂവ്മെന്റ് കുറയുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ ഫ്രോസൺ ഷോൾഡർ എന്ന് കേട്ടിട്ടുണ്ടോ? ഷോൾഡറിന്റെ മൂവ്മെന്റ് കുറഞ്ഞ് സ്റ്റിഫായി പോകുന്ന ഒരു പെയിൻഫുൾ അവസ്ഥയാണ് ഫ്രോസൺ ഷോൾഡർ അഥവാ അഡസീവ് ക്യാപ്സുലൈറ്റിസ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ വരികയും ഷോൾഡർ ജോയിന്റ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഷോൾഡറിന്റെ പാടയിൽ ഫൈബ്രോസിസ് സംഭവിക്കുകയും ക്രമേണ ഷോൾഡറിന്റെ മൊബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ മെയിൻ ആയിട്ടും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ബാധിക്കാറ്, എസ്പെഷ്യലി ഡയബറ്റീസ്, തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. തുടക്കത്തിൽ നല്ല വേദന ഉണ്ടാവും, പ്രത്യേകിച്ചും രാത്രിയൊക്കെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവുകയും പിന്നെ മെല്ലെ മെല്ലെ ഷോൾഡറിന്റെ മൂവ്മെന്റ് കുറയുകയും സ്റ്റിഫായി പോവുകയുമാണ് ചെയ്യാറ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഷോൾഡർ സ്റ്റിഫാകുന്നവരെ അല്ലെങ്കിൽ ഫ്രീസ് ആകുന്നവരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ തന്നെ ശരിയായ മൂവ്മെന്റ്സ് ചെയ്ത് എക്സസൈസിലൂടെയും മറ്റ് ട്രീറ്റ്മെന്റ്സോടുകൂടി ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ഇതിന്റെ വേദന കുറക്കുകയും മൂവ്മെന്റ്സ് റീസ്റ്റോർ ചെയ്യുകയും ചെയ്യാം.